അടിയന്തരാവസ്ഥ കാലത്ത് കഷ്ടപ്പാട് സഹിച്ച കൂടെ നിന്ന് കഷ്ടപ്പാട് സഹിച്ച അഖിലേന്ത്യാ ലീഗിനെ നല്ല കാലം വന്നപ്പോൾ ചവിട്ടി പുറത്താക്കിയത് ഇതേ CPM തന്നെയാണ്. ഇന്നലെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലാ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തി. ഈ 1976 മുസ്ലിം ലീഗിനെ പിളർത്തിയതിൻ്റെ പിന്നിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ്. ഞങ്ങൾ മുമ്പ് പ്രതിപക്ഷത്തുള്ളപ്പോൾ സപ്തകക്ഷി ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ അന്ന് ശരിയാണ്, അന്നത്തെ സപ്തകക്ഷിയെ മുഴുവൻ ഞങ്ങൾ വിമർശിച്ചിട്ട് ശരിയാണ്, അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പാർട്ടി വിട്ടുപോയപ്പോൾ അവരെ പിളർത്താൻ ശ്രമിച്ചതും CPM ആണ്. അതിനെക്കുറിച്ച് CH മുഹമ്മദ് കോയ വ്യക്തമായിട്ട് ചന്ദ്രികയിൽ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ചരിത്രം പറയുമ്പോൾ എല്ലാം പറയാം, ഒരു ഭാഗം മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാ ഭാഗവും ഓർക്കുന്ന നല്ലതാണ്. മാത്രമല്ല, അടിയന്തരാവസ്ഥ കാലത്ത് കഷ്ടപ്പാട് സഹിച്ച കൂടെ നിന്ന് കഷ്ടപ്പാട് സഹിച്ച അഖിലേന്ത്യാ ലീഗിനെ നല്ല കാലം വന്നപ്പോൾ ചവിട്ടി പുറത്താക്കിയത് ഇതേ CPM തന്നെയാണ്. അപ്പോൾ ലീഗിനോട് CPM കാണിച്ചത് വളരെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് CH 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൽ ചേരുമെന്ന് ചോദിച്ചപ്പോൾ CH പറഞ്ഞൊരു വാചകമുണ്ട്, വിശ്വാസി ഒരിക്കൽ മാത്രമേ പാമ്പ് കടിക്കൂ എന്ന് പറഞ്ഞതും ഈ CPM-നെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ചരിത്രം മുഴുവൻ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് പറയുന്നത് ചരിത്രത്തിനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അത് ഉചിതമായ സമയത്ത് കോൺഗ്രസ് ഉചിതമായിട്ടുള്ള തീരുമാനം എടുത്തു. ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലേ, ഇത് ചാടിക്കയറി എടുക്കേണ്ട തീരുമാനമല്ല. ആലോചിച്ച് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുമായിട്ട് ആലോചിച്ച് വേണ്ട സമയത്ത് തന്നെ തീരുമാനമെടുത്തു. ഇപ്പോൾ 22-ാം തീയതിയാണുള്ള പ്രതിഷ്ഠയുള്ളത്. 10-ാം തീയതി തീരുമാനം ധാരാളമാണ്. 10-ാം തീയതി തന്നെ തീരുമാനമെടുത്തു. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനത്തെ തുടർന്നാണ് ഇത്തരം തീരുമാനമെടുത്തതാണെന്ന് അത് നത്തോലിയുടെ അഭിപ്രായം കേട്ട് തിമിംഗലം തീരുമാനമെടുത്തു എന്ന് പറയുന്ന പോലെയായിപ്പോയി. അത്രേ ഞാൻ പറയുന്നു. അല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. സാമുദായിക സംഘടനകൾക്ക് തീരുമാനമെടുക്കാം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക്, കോൺഗ്രസ് ഒരു സെക്യുലർ പാർട്ടി ആയതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ.